നമസ്തേ, ഏവർക്കും തിരുവാതിര ദിന ആശംസകൾ. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ വ്രതമാണ് തിരുവാതിര വ്രതം. കന്യകമാർക്ക് നല്ല വിവാഹബന്ധം ലഭിക്കാനും മാംഗല്യവതികളായ സ്ത്രീകൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനും വേണ്ടിയാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത്. വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമാണ് തിരുവാതിര വ്രതം. പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. പാർവതീദേവിയും പരമശിവനും വിവാഹം ചെയ്ത നാൾ കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം. ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പരമശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തപസ്സിന് ഭംഗം വരുത്താൻ നോക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പത്നി ഉപവാസമെടുത്ത ദിവസം കൂടിയാണ് തിരുവാതിര എന്ന ഐതിഹ്യമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ദീർഘമാംഗല്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ദാമ്പത്തിക ഐക്യത്തിനും ഈ ദിവസം സ്ത്രീകൾ വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ്. പണ്ടൊക്കെയുള്ള സ്ത്രീകൾ 10 ദിവസം വ്രതമെടുത്ത് 10 ദിവസവും വിളക്ക് തെളിയിച്ചതിന് ശേഷം തിരുവാതിരയൊക്കെ കളിച്ച് 10 ദിവസവും ഉപവാസമൊക്കെ എടുത്തിരുന്നു. ജലപാനവും ഫലങ്ങളും ഒക്കെയായിരുന്നു അന്നൊക്കെ ഭക്ഷിച്ചിരുന്നത്. തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിയുകയും വേണം. 10 ദിവസം എടുത്തില്ലെങ്കിൽ തിരുവാതിരയുടെ തലേനാൾ വ്രതം എടുത്താലും മതി. ഗായത്രി മന്ത്രം ചൊല്ലുക, പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക, പാർവതി ദേവിയെ സ്മരിച്ച് സീമന്തരേഖയിൽ സിന്ദൂരം തൊടുക, ശിവസഹസ്രനാമം, ശിവപുരാണം എന്നിവ പാരായണം ചെയ്യുക. ഇതൊക്കെ ശിവപ്രീതിക്ക് എളുപ്പമാർഗമാണ്. തിരുവാതിര ദിവസം ഭാര്യാഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കാൻ 108 തവണ ഓം ശിവശക്തി ഐക്യരൂപിണ്യേ എന്ന് ജപിക്കൂ. കൂടാതെ ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമ ശിവായ, ശിവായ നമ എന്നും വ്രതാനുഷ്ഠാന ദിവസം ജപിക്കുക. തിരുവാതിര രാത്രി പാതിരാപ്പൂ ചൂടാം. ദശപുഷ്പത്തിലെ ഓരോ പൂ ചൂടുന്നതിനും ഓരോരോ ഫലങ്ങളാണ്. കൈയൂന്നി, ശിവനാണ് ദേവൻ, പഞ്ചപാപങ്ങളും തീരും എന്നാണ് വിശ്വാസം. മുക്കുറ്റി, പാർവതി ദേവിയാണ് ദേവത, ഭർത്തൃസൗഖ്യവും പുത്രസൗഖ്യവും ലഭിക്കും. കൃഷ്ണകാന്തി, മഹാവിഷ്ണുവാണ് ദേവൻ, ഇത് ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കും. തിരുതാളി, മഹാലക്ഷ്മിയാണ് ദേവത, ദേവീ പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകും. കറുക, ആദിത്യനാണ് ദേവൻ, കറുക ചൂടിയാൽ ആദിയും വ്യാധിയും ഒക്കെ മാറും എന്നാണ് വിശ്വാസം. പൂവാങ്കുരുന്നില, ബ്രഹ്മാവാണ് ദേവൻ, ദാരിദ്ര്യ ദുഃഖം മാറും എന്നാണ് വിശ്വാസം. മുയൽ ചെവിയൻ, ദേവത കാമദേവത, മാംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവിയൻ ചൂടുന്നത്. ഉഴിഞ്ഞ, ഇന്ദ്രാണിയാണ് ദേവത, അഭിഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാലുള്ള ഫലം. ചെറുള, യമദേവനാണ് ദേവൻ, ആയുസ് വർദ്ധിക്കും എന്നാണ് വിശ്വാസം. നിലംബന, ഭൂമി ദേവിയാണ് ദേവത, പാപങ്ങൾ അകന്നു പോകും എന്നാണ് വിശ്വാസം. തിരുവാതിര ദിവസം രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടലും തിരുവാതിര കളിയും ആചാരവും നടത്തുന്നത്. പിറ്റേ ദിവസം കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവപാർവതീശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്.